അടിമുടി മാറ്റം തന്നെയാണ് ഗണേഷ് കുമാർ KSRTCയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുമുണ്ട്. എന്നാൽ ഒരു തിരിച്ചടി ഉണ്ടായത് തുടക്കത്തിൽ ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യത്തിലും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ വിഷയത്തിലുമാണ്. അതൊഴികെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഇന്ന് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് തലസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർക്ക് കാണാനായി സാധിച്ചത്. ഒരു KSRTC ബസ്, അതും AC പ്രീമിയം ബസ്, അതിൻ്റെ വളയം പിടിച്ചതാകട്ടെ മറ്റാരുമല്ല ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നേരത്തെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ ഒരു വലിയ ബസ്സിൻ്റെ വളയം പിടിച്ചു പോകുന്ന കാഴ്ച ഏവരും കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പുതുതായി നിരത്തിലിറക്കിയ AC പ്രീമിയം ബസ് ഓടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളപ്പ് മുതൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ അദ്ദേഹം എത്തിയിരിക്കുന്നത്. നിലവിൽ AC ബസ്സിന് നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് വളരെ കുറവാണെന്നും എന്തിനേറെ പറയുന്നു എക്സ്പ്രസ് ബസ്സുകൾക്ക് താഴെയാണ് ഈ നിരക്കുള്ളതെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് തൊട്ട് മുകളിലായിട്ടായിരിക്കും ഈ നിരക്കിനെ സജ്ജീകരിക്കുന്നത്. കാരണം AC ബസ് ആയതുകൊണ്ട് തന്നെ. ഒപ്പം യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ശീതീകരിച്ച കമ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം ചാർജിംഗ് സോക്കറ്റ്, സുഖമായി ഇരിക്കാൻ കഴിയുന്ന സീറ്റ്, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫുഡ് റെസ്റ്റ്, അങ്ങനെയുള്ള നിരവധി സജ്ജീകരണങ്ങൾ വണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ വേഗത്തിൽ വൈഫൈ സംവിധാനം കൂടി നൽകാനുള്ളൊരു തീരുമാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതും ഒരു നിശ്ചിത അളവിലേക്ക് ഇൻ്റർനെറ്റ് യാത്രക്കാർക്ക് സൗജന്യമായി നൽകാൻ തന്നെയാണ് ആലോചന. ഇനി ബസ്സിൻ്റെ ACക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകരാറ് സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം സാധാരണഗതിയിൽ KSRTCയെ സംബന്ധിച്ചുണ്ടാകുന്ന ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണത്. അതിനായി ജനൽ തുറക്കാനുള്ള സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി ബസ്സിൽ കൃത്യമായ നിരീക്ഷണ ക്യാമറകൾ ഉറപ്പാക്കുക തന്നെ ചെയ്യും. ഒപ്പം യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളമോ ലഘുഭക്ഷണമോ കഴിക്കണമെങ്കിൽ അത് വാങ്ങാനുള്ളൊരു സൗകര്യവും ഒരുക്കും. കുത്തി നിറച്ച ആളുകളെ കൊണ്ടുപോകുന്ന പരിപാടി ഈ ബസ്സിൽ നടപ്പിലാക്കില്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉള്ള സീറ്റുകളൊക്കെ തന്നെ നിറഞ്ഞാൽ പിന്നെ മറ്റ് സ്റ്റാൻഡുകളിൽ നിർത്തുകയേ വേണ്ട, പകരം വേഗത്തിൽ പാഞ്ഞു പോകാൻ കഴിയുന്ന രീതിയിലാണിത് സജ്ജീകരിച്ചിരിക്കുന്നത്. അനാവശ്യമായി മറ്റ് ബസ് സ്റ്റാൻഡുകളിൽ കയറി ഇറങ്ങുന്നത് പൊതുജനത്തിന് വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്പ്രദായം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൂടാതെ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും സ്റ്റോപ്പിൽ നിന്ന് കയറാനും അവർക്ക് സാധിക്കുന്നതാണ്. അതിന് ചെറിയൊരു റിസർവേഷൻ ഫീസായി 20 രൂപയോ മറ്റോ അധികം നൽകിയാൽ മതിയാകും. ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോയി ബസ് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയില്ല. ഓണക്കാലത്ത് തന്നെ ആയിരിക്കും ഈ ബസ് നിരത്തിലിറക്കാനായി ശ്രമിക്കുന്നത്. ഒപ്പം ചെറു ബസ്സുകൾ വാങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള സർവീസുകൾ ഫലപ്രദമായി നടത്താനുള്ളൊരു നീക്കം കൂടി നടക്കും. തിരക്കുള്ള സമയത്ത് കൂടുതൽ ബസ് ഇറക്കുക, തിരക്കില്ലാത്ത സമയത്ത് സർവീസുകൾ ചുരുക്കുക. ഈ ഒരു നിയന്ത്രണത്തിലൂടെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇതുകൂടി സജ്ജീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് ലാഭത്തിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബസ് വാങ്ങുന്നതിനുള്ള പണം അത് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം കടം വാങ്ങി ബസ് വാങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്.